മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. UAE-യിൽ നിന്നും എത്തിയ മലപ്പുറം ഒതായി സ്വദേശിയായ 38-കാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആശങ്ക വേണ്ടെന്നും രോഗിയുമായി അടുത്തിടപഴകിയവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പയാണ് ചേരുന്നത്. അഷ്കർ, ഇനിയിപ്പോൾ സമ്പർക്ക പട്ടിക തയ്യാറാക്കണം. പ്രത്യേകിച്ച് ഈ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം സഞ്ചരിച്ച ആ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നിട്ടുണ്ടോ? എന്തായിരിക്കും ഇനി തുടർ നടപടികൾ? ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഒരാഴ്ച മുമ്പാണ് ഈ മലപ്പുറം ഇടവണ്ണ ഒതായി സ്വദേശിയായി 38-കാരൻ നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലെത്തുമ്പോൾ തന്നെ ഇയാൾക്ക് ചില രോഗം സംശയിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു സ്വയം സെൽഫ് ക്വാറന്റൈൻ പാലിച്ചിരുന്നു. അത് വലിയ തോതിൽ ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. അയാളിൽ നിന്നും വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എത്തി നിൽക്കുന്നത്. ഇയാൾ അടുത്ത ആളുകളുമായി ഇടപഴകുന്നതും അതുപോലെ തന്നെ ശുചിമുറി ഉപയോഗിക്കുന്നതിൽ പോലും ഒരു സെൽഫ് ക്വാറന്റൈൻ പാലിച്ച് അയാൾ ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക് ചുരുങ്ങി ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലൊരു പടരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. എന്നാൽ പോലും ഇയാളിൽ നിന്നും ഇയാൾ വിദേശത്ത് നിന്ന് വിമാനത്തിൽ എത്തിയത് മുതൽ ഇയാളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവർ നേരിട്ട് ഇടപഴകിയ ആളുകളൊക്കെ തന്നെ പ്രൈമറി കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇയാൾ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുമായി കടുത്ത പനിയും അതുപോലെ തന്നെ ശരീരത്തിലെ തടുപ്പുകളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. അപ്പോൾ തന്നെ ഇയാൾ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നിരീക്ഷണത്തിലേക്ക് മാറ്റുകയും ഇയാൾ ഒപ്പമുള്ള ആളുകളെ കോൺടാക്റ്റ് ട്രേസ് നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവരെ പൂർണ്ണമായും ക്വാറന്റൈനിലേക്ക് മാറ്റും. അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുന്ന ഇയാളുടെ ആരോഗ്യാവസ്ഥയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഇയാളുടെ ശരീരത്തിന് ചില വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ തുടുപ്പുകൾ അനുഭവപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഒരു ഗുരുതരാവസ്ഥ എത്തിയിട്ടില്ല. ഇയാളിൽ നിന്നും രോഗം പകരാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ കുറഞ്ഞ ഇടങ്ങളും ഇല്ലെങ്കിൽ സമയങ്ങളും മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം ഈ ഘട്ടത്തിൽ നൽകുന്നു. എന്നിരുന്നാൽ പോലും വലിയ ഒരു ജാഗ്രത വേണമെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കോവിഡ് പോലെയോ അല്ലെങ്കിൽ H1N1 പോലെയോ വായുവിലൂടെ പകരുന്ന രോഗം അല്ലെങ്കിൽ പോലും അടുത്ത് ഇടപഴകുന്ന ആളുകളിലേക്ക് അതുപോലെ തന്നെ ശാരീരികമായി പരസ്പരം സ്പർശിക്കുന്ന ആളുകളിലേക്കൊക്കെ തന്നെ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഐസൊലേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളെയും ക്വാറന്റൈനിലേക്ക് മാറ്റുകയും ചെയ്യും. ശരി അഷ്കർ, വ്യക്തമാണ്. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.